ദൈവം അത് താങ്ങി നിർത്തിയിരിക്കുന്നു എന്നാണ്. കാരണം ഒരു ചരിവിലാണ് ഈ കല്ലിരിക്കുന്നത്. കേട്ടോ, ഒരു ചരിവാണ്, ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുവാണ് കല്ല്. പക്ഷെ അത് എങ്ങനെ അവിടെ ഇരിക്കുന്നു, വർഷങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അത് അങ്ങനെ ഇരിക്കുവാണ് ഈ കല്ല്. സംഭവം ഭയങ്കര അത്ഭുതം തന്നെയല്ലേ. ആ കല്ലിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഓൾ തമിഴ്നാട് യാത്രയ്ക്കിടയിൽ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിരുദനഗർ ജോഹിൽപ്പെട്ടി എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ആ കാണുന്ന ദൈവം താങ്ങി നിർത്തിയിരിക്കുന്ന പാറ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പം 37ാമത്തെ ജില്ലയിൽ നിൽക്കുന്നത് ഇല്ലേ വിനീഷ? അല്ലേ? അങ്ങനെ 37ാമത്തെ ജില്ലയാണ് ജോഹിൽപ്പെട്ടി. ഞങ്ങൾക്ക് ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ തെങ്കാശിയാണ് കേട്ടോ. അന്നേരം ഞങ്ങൾ തെങ്കാശിയിലോട്ടാണ് അടുത്ത പോകാൻ പോകുന്നത്. അന്നേരം ഈ ദൈവം താങ്ങി നിർത്തിയുന്ന കല്ലിൻ്റെ വിശേഷമാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ തന്നെ ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരൊറ്റ കല്ല് തീർത്ത ഒരു കൊടിമരമോ എന്തൊരു സംഭവം ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു കൽവിളക്കം കാണാൻ കഴിയും. അന്നേരം അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോ ചെയ്യുന്നു മറക്കുകയും ചെയ്യരുത്. നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ ഒരു കല്ലുണ്ടോ, ഈ കല്ലിരിക്കുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു പോയിന്റ് മാത്രം, ആ ഒരു വലിയ ഭീമാകാരനായ ഒരു കല്ലിൻ്റെ എൻഡ് മാത്രമാണ് താഴെ തട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം അത് താങ്ങി നിർത്തിയിരിക്കുന്നു എന്നാണ്. കാരണം ഒരു ചരിവിലാണ് ഈ കല്ലിരിക്കുന്നത്. കേട്ടോ, ഒരു ചരിവാണ്, ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുവാണ് കല്ല്. പക്ഷെ അത് എങ്ങനെ അവിടെ ഇരിക്കുന്നു, വർഷങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അത് അങ്ങനെ ഇരിക്കുവാണ് ഈ കല്ല്. സംഭവം ഭയങ്കര അത്ഭുതം തന്നെയല്ലേ. അന്നേരം നമുക്ക് ഇച്ചിരി പോയിന്റേ ഉള്ളൂ കണ്ടോ, ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കുറച്ചൊക്കെ അടർന്ന് കിടപ്പുണ്ട്. എന്നാലും നമുക്ക് മുകളിലോട്ട് കയറി ആ ഒരു കാഴ്ച കണ്ടാലോ. അന്നേരം നമ്മളിതാ ഇവിടെ വന്നിരിക്കുവാണ്. இந்த ക്ഷേത്രത്തിൻ്റെ നെയിം പേരെന്നാ, പേര് தெரியுமா? എന്താ ഊർക്ക് പേര്? ജോയിൽപെട്ടി. ആ സ്ഥലം മുനാനി സ്വാമി. ഓക്കെ ഓക്കെ. ഉങ്ക പേര് എന്നാ? രാമചന്ദ്ര. ഓക്കെ, എന്താ പക്കം താ? ജോയിൽപെട്ടി താ. ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം ഈ ഒരു പാറ ഉണ്ടോ, ഒരു വലിയൊരു പാറയാണ്. നിങ്ങൾ വിചാരിക്കണക്കുള്ള സൈസൊന്നും അല്ല കേട്ടോ, ഭയങ്കര സൈസാണ്. ഉദാഹരണം എക്സാമ്പിൾ വിനീഷ ഇത് പിടിച്ചേ, ഞാൻ അടുത്ത് നിൽക്കാം. ഞാനും പാറയായിട്ടുള്ള വ്യത്യാസം കണ്ടോ, അത്രയ്ക്കും വലിയൊരു പാറയാണ് കാണുന്നത് കേട്ടോ. ഇതെങ്ങനെ ഇവിടെ വന്ന് ഇരുന്നൊരു പിടുത്തമില്ല. കയറി വന്നേ, ഇവിടെ ചെറിയൊരു സ്പോട്ട് നോക്കി. ഓ, ദൈവം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൽപ്രതിമ ഇരിപ്പുണ്ട് കേട്ടോ. ദൈവം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, ഇതാണ് കണ്ടോ. അതിൻ്റെ ഇവിടുന്ന് കടർന്ന് മാറിയ പീസുകളായി കിടക്കുന്നത്. ഇത് ഇവിടുന്ന് വന്നേയായിരിക്കും പാറ, ഇതിന് മേളിൽ നിന്ന് പൊട്ടിയണം വന്നേയായിരിക്കുമോ? പിന്നെ ഈ കാണുന്ന ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, ഇതും രണ്ടായിട്ട് പിളർന്നിരിക്കുക പാറ കണ്ടോ. ഈ പോഷൻ കണ്ടോ, പിളർന്ന് അങ്ങ് മാറിയിരിക്കുവാണ്. അങ്ങോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടോ, പിളർന്ന് മാറിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി പോർഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ തട്ടിയിരിക്കുന്നത് കണ്ടോ. ഇത്രയും പോർഷൻ മാത്രമേ ഇവിടെ തട്ടിയിരിപ്പുള്ളൂ. അത് ഇത്രയും എമണ്ടൻ്റൊരു പാറ, അത് ഇരിക്കുന്ന രീതിയാണ്. ഇതൊക്കെ പിന്നീടെടുത്ത് ആരെങ്കിലും വെച്ചായിരിക്കും കേട്ടോ. ഈ ഒരു ഇല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ. എന്തായാലും ഒരു മനുഷ്യനെ കൊണ്ട് ഈ പാറ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇവിടെ വെക്കാൻ പറ്റില്ലല്ലേ. എന്നാ ഇടി വിളുந்து മല ഇടി. ആ ഇടി വിളുந்து அப்படிங்களா? ഓ, അദ്ദേഹം പറഞ്ഞ ആ പാറ പൊട്ടി വീണ അവിടുന്ന് അടർന്ന് വീണ പീസായി കിടക്കുന്നതെന്നാണ് ഈ കാണുന്നത്. കൈപ്പൂർ. ആ ഓ, ആ അപ്പുറത്തോട്ട് കൈ. ആ, നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല കേട്ടോ. ആ, ശ്രദ്ധിച്ചു പോകണേ, ഒരു കൈ അപ്പുറത്ത് പോകുന്ന പറയുന്നത് ഇതിലേക്ക് കൂടെ കണ്ട, അത്രയ്ക്കുള്ളത്. അതിൻ്റെ പോയിന്റ് ഉണ്ടോ തട്ടിയിരിക്കുന്ന ആ ഒരു പോർഷൻ. ഇതെങ്കേത് ഈ പാറ ഇങ്ങനെ വന്ന് തെറിയാത്. സൂപ്പർ കേട്ടോ.
നിന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. കാറ്റടിച്ച് സാറിന് അത്രയും ഒരു ഇന്ത്യ ഇരിക്കുമ്പോഴേ നമ്മൾ തെള്ളു കൊടുത്താലേ അത് അങ്ങോട്ട് മറിയേണ്ടതാണ്. കാരണം അങ്ങോട്ട് സ്ലോപ്പിലോട്ട് ഇരിക്കുന്നത്, ചരിവിലോട്ടേ ഇരിക്കുന്നത് അത് ഉണ്ടോ. ഇതുകൊണ്ടായിരിക്കും ഇത് ദൈവം താങ്ങി നിർത്തിയേക്കുന്ന കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം മഴയുടെ മേലോട്ട് പോയാലോ? ഇതിൻ്റെ മേളിലേ എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത്. മേലെ പോകാൻ വഴി പിന്നാടി പോകണമാ? ഓ, ഇവിടെ ക്ഷേത്രമുണ്ട്, അമ്പലമൊക്കെ ഉണ്ട്, ഇവിടെ ആരാധനയൊക്കെ ഉള്ളതാണ്. നല്ല കാറ്റോട്ടോ അവിടെ, നല്ല കാറ്റും നല്ല കാറ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പോകാൻ പറ്റും. അവിടെ ഒറ്റക്കല്ലിൽ തീർത്ത വേറെ എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതുകൂടെ കാണാൻ വേണ്ടി പോവുകയാണ്. അന്നേരം വിരുദനഗറിലെ ഞങ്ങൾ 37ാമത് ജില്ലയായി നിൽക്കുന്നത് കേട്ടോ. അന്നേരം ജോഹിൽപ്പെട്ടിയാണ് ഈ പാറ കാണാൻ കഴിയുന്നത്. അന്നേരം ഈ പാറയുടെ ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങോട്ട് പോയാലോ? ഓക്കെ അല്ലേ നിഷ? നമ്മൾ വന്ന വഴി ഏതാ കേട്ടോ. ആ ചെറിയൊരു കണക്കൊരു ഈ കാണുന്ന ചെടി എല്ലാവർക്കും അത്യാവശ്യം അറിയാനാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു സസ്യ ചെടിയാണ്. ഇതിൻ്റെ കമ്പ് തടി ഉപയോഗിച്ചാണ് ഇവിടെ നിന്നല്ല നമ്മളെല്ലാവരും ചാർക്കോൾ ഉപയോഗിക്കത്തില്ലേ ഈ ഷവർമായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, അത് ഇതിൻ്റെ തടി ഉപയോഗിച്ചാണ് കത്തിച്ചാണ് ആ കരി ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ മുന്നോട്ട് കയറുന്നത് പിടുത്തമില്ല. ആ പാറയാണോ ഈ പാറയാണോ? ഓ, ഇതിൻ്റെ മേളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഓ, നല്ല പ്രകൃതിയാട്ടോ, നല്ല രസമോടെ കാണാനൊക്കെ. അതവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. നല്ല വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. തവളയൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മഴയുടെ മുകളിലോട്ട് എത്താറായി. ഓ, ആ സംഭവം അതാ കേട്ടോ. നമ്മൾ ആദ്യം കണ്ട പാറ ഉണ്ടല്ലേ, ദൈവം താങ്ങി നിർത്തിയിരിക്കുന്ന പാറ, അത് ഇല്ല കാണുന്നതാണ്. അങ്ങനെ നമ്മൾ മഴയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. നടന്നു പോയൊരു സംഭവമാണെങ്കിൽ ഇവിടെ ഇടയിലല്ലേ വീഴേണ്ടത്. പക്ഷെ അത് അവിടെ അങ്ങനെ പോയി. അന്ന് ഈ മലയ്ക്കൊരു വിവരവും ഇല്ല. അതവിടെ പോയി ഇരിക്കുന്നുണ്ട്. ഒരു ഹാർട്ടിന് ഷേപ്പാണ്. ഈ കിങ്കോ സിനിമയിലൊക്കെ ഒരു ഹാർട്ട് ഉണ്ടാക്കി കാണിക്കത്തില്ലായിരുന്നു, അതുമാതിരി ഹാർട്ട് വേണമെങ്കിരിക്കും അത്. ഇവിടെ ശരിക്കും മയിലുണ്ട് കേട്ടോ. ഒരു മയിലിരിക്കുന്നുണ്ടോ, കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ. ഉണ്ടോ? ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടോ? കാരണം ഇവിടുന്ന് എല്ലായിടത്തും ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും മയിലിൻ്റെ. അന്നേരം നമുക്ക് ആ കൽവിളക്ക് കാണാം. മഴയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ. നല്ല കാറ്റ്, ശക്തമായി കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയില്ല. ഞാൻ ഇവിടെ കണ്ട കാഴ്ചകളാണ് പറയാൻ പോകുന്നത്. നമ്മളൊരു കൊടിമരം എന്ന് പറയുന്ന കണക്കൊരു സംഭവമാണ്. താഴെ കുറച്ച് കൊത്തുപണികളൊക്കെ കാണാൻ കഴിയും. ഒരു ഹനുമാൻ്റെ രൂപം കേട്ടോ. ഹനുമാൻ്റെ വാല് ഇതാ പോയിരിക്കുന്നു. ഹനുമാൻ്റെ മുഖം പോലിരിക്കുവാണ്. കൈയും ഒക്കെയാണ് ഈ കാണുന്നത്. ഹനുമാനാണ് കുത്തി വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഒരു ശംഖാണ് കേട്ടോ. ഉണ്ടോ? ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, അതൊരു ശംഖാണ്. ഇപ്പുറത്ത് നോക്കിയാൽ അത് ഹനുമാൻ തന്നെ കേട്ടോ. ഹനുമാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പുറത്ത് എനിക്ക് അറിയില്ല കേട്ടോ ഇത് എന്താണ് രൂപം എന്നുള്ളത്. നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ, ഈ കൊത്തി വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതൊരു ഒറ്റ കല്ലാണ് പണിഞ്ഞിരിക്കുന്നത്. നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. കണ്ടോ? ഒറ്റ കല്ലാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ ഒരു വിളക്കാണ് കേട്ടോ. ഇതൊരു വിളക്കാണ്, അത് ഒരൊറ്റ കല്ലുണ്ടോ.
അതാണ് ഈ മലമുകളിൽ വന്നാൽ കാണാൻ കഴിയുന്നൊരു കാഴ്ച ഒന്നാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് പേര് എന്തൊക്കെ കല്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചവിട്ടുന്ന ഭാഗത്തൊക്കെ ഇളവി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു തടാകമെന്ന് പറയാം ഇല്ലേ, ശരിക്കും വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളം കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല, നീറ്റായി കിടക്കുന്നുണ്ട്. അത് ഈ മലയ്ക്ക് ചുറ്റിനും ഉണ്ട് കേട്ടോ. ആ സൈഡിലെല്ലാം വെള്ളമാണ്, ആ വരാൻ പറ്റിയ വഴി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സൈഡും വെള്ളം ഇങ്ങനെ ചുറ്റി കിടക്കുവാണ്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്ത്. നല്ല കാറ്റാണ്, മുടി പോലും ഇരിക്കുന്നില്ല. അന്നേരം ഞങ്ങൾ വിരുദ്ധനഗറിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ 37ാമത്തെ ജില്ലയായ വിരുദ്ധനഗറിലാണ് ഇരിക്കുന്നത്. ജോഹിൽപ്പെട്ടി എന്ന സ്ഥലത്താണ് ഈ ഒരു മലയുള്ളത്. അന്നേരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം കേട്ടോ. നമ്മൾ കേരളമായിട്ട് ഒരുപാട് അടുത്തെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. ഓക്കെ ബൈ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മിനിഷ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അന്നേരം നമ്മൾ ആ മലയുടെ മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴി ഇതാ കേട്ടോ, കണ്ടോ. ഈ വഴി കൂടെ നടന്നാൽ നമുക്ക് ആ മലയുടെ ഏറ്റവും മുകളിൽ ചെല്ലാൻ കഴിയത്തുള്ളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ അഡിഷൻ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ജോഹിൽപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇല്ലേ വിനീഷ? വിരുദ്ധനഗറാണ്, തമിഴ്നാട്ടിലെ വിരുദ്ധനഗറിലാണ്. ഇവിടെ നമ്മൾ നടക്കുമ്പോഴേ നമ്മളെ കാലിൽ മുള്ളു കൊള്ളും കേട്ടോ. മുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കൊണ്ട ഈ ചെരുപ്പായതുകൊണ്ട് പൊത്തങ്ങ് ഇറങ്ങും അപ്പുറത്ത്. അയ്യോ ഉണ്ടോ, അത് ഇവിടുത്തെ ഈ ചെടിയുടെ പ്രത്യേകതയാണ്. ഇതാണ് വഴി കേട്ടോ, ജോഹിൽപ്പെട്ടി. അന്നേരം നമ്മൾ പോകേണ്ട വഴി എന്ന് പറഞ്ഞതോ ഇല്ല കാണുന്ന ഇടവഴി കേട്ടോ. ഇവിടെ വന്നിട്ട് ആ ഇടത്തോട്ടുള്ള വഴിയാണ്, കയറി പോയാലേ നമുക്ക് ഈ ജോഹിൽപ്പെട്ടിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. പട്ടി മീൻസ് ആ ക്ഷേത്രത്തിലൂടെ പോകുന്ന വഴി. ഇവിടെ ഒരു അക്കോഡേറ്റ് ഉണ്ട് കണ്ടോ, ഇവിടെ നോക്കിയാലേ ഒരു ആണോ വെള്ളം തടഞ്ഞു നിർത്തിയേക്കുന്ന സംഭവമാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയാലേ നമുക്ക് ആ പറഞ്ഞ ക്ഷേത്രത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം ജോഹിൽപ്പെട്ടി. ഓക്കെ, വിരുദ്ധനഗറിൽ വന്നപ്പോ കണ്ടൊരു കാഴ്ച എന്ന് പറയോ, ഇത് കണ്ടോ.